ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും നമ്മുടെ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ അനാലിസിസിൽ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് 3 സ്കോറുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അനാലിസിസ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടില്ലെന്ന് ഞാൻ തുടക്കത്തിലേ പറയുന്നു. നിങ്ങൾ ഇതിൻ്റെ ആൻസർ കണ്ടെത്തണം. ആരെങ്കിലും ആൻസർ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ടീച്ചർ നിങ്ങൾക്ക് ആൻസർ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അത് നമുക്കൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കണം. നിങ്ങളുടെ റിവിഷൻ അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് 16th ക്വസ്റ്റ്യനിലേക്ക് വരാം. അതിന് എയും ബിയും ഉണ്ട് അല്ലേ. എല്ലാ ക്വസ്റ്റ്യനും ഓറിട്ടൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. ഇവാലുവേറ്റ് ദ റോൾ ഓഫ് വിമൻ ഇൻ ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷനിൽ വിമൻ റോൾ എന്താണ്? അപ്പോൾ അതിന് 3 മാർക്കേ ഉള്ളൂ. 3 പോയിൻ്റ് എങ്കിലും മിനിമം എഴുതുക. 3 പോയിൻ്റ്. വിമൻ ഒരു മാർച്ച് സംഘടിപ്പിച്ചതിനെ പറ്റിയും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം റോൾ ഓഫ് വിമൻ. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ഹൗ ദ തോട്ട്സ് ഓഫ് റൂസോ ഗേവ് ഇൻസ്പിറേഷൻ ഫോർ ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്ന് തന്നെയാണ് ഈ 2 ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത്. ഒന്നാമത്തേത് റോൾ ഓഫ് വിമൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് തോട്ട്സ് ഓഫ് റൂസോ എഴുതാനാണ്. ഫ്രഞ്ച് റെവല്യൂഷനിന് ഇൻസ്പിറേഷൻ കൊടുത്ത റൂസോ, മോന്തസ്ക്യൂ, വോൾട്ടയർ, ഈ 3 പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ് റൂസോ. അദ്ദേഹത്തിൻ്റെ തോട്ട്സ്, അദ്ദേഹത്തിൻ്റെ ബുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ഒരു 3 പോയിൻ്റ് എഴുതുക. ഓക്കെ, ഈസിയാണ്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും പോയിൻറ്റ്സ് കൂടുതൽ കിട്ടുന്നത് അത് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 16 എഴുതുക. എ ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ എ എന്ന് എഴുതിയിട്ട് വേണം ആൻസർ എഴുതാൻ. ബി ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ബി എന്ന് എഴുതിയിട്ട് ആൻസർ എഴുതുക. ഓക്കെ, നമുക്ക് 17th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 17th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ റെയിൻഫോൾ ബൈ ഒബ്സർവിങ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ഇറ്റ്സ് ഫീച്ചേഴ്സ്. നമ്മൾ ടീച്ചർ പറഞ്ഞിരുന്നതാണ് ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരും, ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സജസ്റ്റ് ചെയ്ത് തന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓറോഗ്രാഫിക് റെയിൻഫോൾ ആണെന്ന് ആദ്യം തന്നെ എഴുതണം. ദിസ് ഈസ് ഓറോഗ്രാഫിക് റെയിൻഫോൾ, എന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, 18th ക്വസ്റ്റ്യൻ, വെൻ രാജു ക്ലിക്ക്ഡ് ഇൻ എ fake link that came to his mobile phone, he lost the entire amount from his bank account. What all solutions would you suggest Raju in order to get his money back? എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചതാണ് ഓൺലൈൻ ഫ്രോഡ്. അത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ടീച്ചർ സജസ്റ്റ് ചെയ്തതാണ്. 2 ഫ്രോഡുകൾ പ്രധാനപ്പെട്ടതാണ്, എഡ്യൂക്കേഷൻ ഫ്രോഡും ഈ ഓൺലൈൻ ഫ്രോഡും. അതിൽ ഓൺലൈൻ ഫ്രോഡ് വന്നാൽ അങ്ങനെയൊന്ന് സംഭവിച്ചാൽ നമുക്ക് എന്താണ് സൊല്യൂഷൻ? അതിന് നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് സമീപിക്കേണ്ടത്, എങ്ങനെയാണ് കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടത്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതാണ് ആൻസർ. ഓക്കെ, ദെൻ 19th ക്വസ്റ്റ്യൻ, രാകേഷ് ഈസ് ഡ്രൈവിംഗ് ഹിസ് വെഹിക്കിൾ വെരി കെയർഫുള്ളി ഓൺ എ ബിസി റോഡ്. എ കാർ കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് സൈഡ് which is carelessly driven by the driver hits Rakesh vehicle. It is found that this accident happened not because of the carelessness of Rajesh, but the rush and overcrowding of vehicles on the road are responsible for this. Name the method which analyzes individual problem by connecting it with the social problem. Who presented this concept for the first time? വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ്? അപ്പോൾ ഇത് നമ്മുടെ സോഷ്യോളജിക്കൽ അനാലിസിസ് ത്രൂ സോഷ്യൽ ഒബ്സർവേഷൻ എന്നുള്ള നമ്മുടെ ചാപ്റ്ററിലാണ് ഇത് കൊടുത്തിട്ടുണ്ട്. ആരാണ് ഈ ഒരു മെത്തേഡ് മുന്നോട്ട് വെച്ചത്? നമ്മൾ ആ സോഷ്യോളജിസ്റ്റിൻ്റെ പേരും മറ്റ് ഡീറ്റെയിൽസും നമ്മളവിടെ പഠിച്ചതാണ്. അപ്പോൾ ഈ രാജേഷിന് വേറൊരു വണ്ടി വന്ന് രാജേഷിൻ്റെ വണ്ടിയെ ഹിറ്റ് ചെയ്യുകയും അവൻ്റെ കുറ്റമില്ലാതെ തന്നെ അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും ചെയ്തു. ആ ഒരു സ്പെഷ്യൽ ഒരു സിറ്റുവേഷനെ പറ്റി നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചതാണ്. സോഷ്യൽ അനാലിസിസ് എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. നിങ്ങളെടുത്ത് നോക്കുക, ഏത് സോഷ്യോളജിസ്റ്റാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
Then question number 20. Quantity ഓഫ് ഓറഞ്ച്, ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള അതേ ഒരു ചാർട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? റൈറ്റ് ആൻസേഴ്സ് ഫോർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ് ബൈ എക്സാമിനിങ് ദ ടേബിൾ. ടേബിൾ പഠിച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഓറഞ്ച് തിന്നപ്പോൾ കിട്ടിയ യൂട്ടിലിറ്റി 20, അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിയും 20. രണ്ടാമത്തെ ഓറഞ്ച് കഴിച്ചപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 38 ആയി, മാർജിനൽ യൂട്ടിലിറ്റി 18 ആയി. ഓക്കെ, അതായത് എത്ര അഡീഷണൽ വന്നു? 20 നിന്ന് 38 ആകാൻ എത്ര കൂടെ വേണം? 18 വേണം. ആ 18 ആണ് ആ രണ്ടാമത്തെ ഓറഞ്ചിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി. മൂന്നാമത്തെ ഓറഞ്ച് കൺസ്യൂം ചെയ്തപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 53 ആയി. അപ്പോൾ 38 പ്ലസ് 15 അല്ലേ? അതുകൊണ്ടാണ് മാർജിനൽ യൂട്ടിലിറ്റി എത്ര വന്നത്? 15. ആ രീതിയിൽ യൂട്ടിലിറ്റി 67 ആയപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എത്രയിലേക്ക് വന്നു? 0 ആയി. എന്ന് പറഞ്ഞാൽ അഡീഷണലായിട്ട് സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയില്ല. എത്രാമത്തെ ഓറഞ്ച് കഴിച്ചപ്പോഴാണ്? 6th one. ആറാമത്തെ ഓറഞ്ച് കഴിച്ചപ്പോൾ, അഞ്ചാമത്തെ ഓറഞ്ച് കഴിച്ചപ്പോൾ 67 വന്നു. ആറാമത്തെ ഓറഞ്ച് കഴിച്ചപ്പോഴും അയാൾക്ക് ഒരു മാറ്റവും ഇല്ല. ടോട്ടൽ യൂട്ടിലിറ്റി 67 ആണ്. അതിൻ്റെ അർത്ഥം അയാൾക്ക് ന്യൂ സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടായില്ല. അതിൻ്റെ അർത്ഥം മാർജിനൽ യൂട്ടിലിറ്റി 0 ആണ്. അയാൾക്ക് ഏഴാമത് ഒരു ഓറഞ്ച് കൂടി കൊടുത്തപ്പോൾ അയാൾക്ക് സങ്കടം തോന്നി, വിഷമം തോന്നി. അയാൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ല. സാറ്റിസ്ഫാക്ഷൻ ഇല്ലെന്ന് മാത്രമല്ല, കുറച്ച് ദേഷ്യവും വന്നു. അതുകൊണ്ടാണ് യൂട്ടിലിറ്റി നെഗറ്റീവായി മാറി. വീണ്ടും നിർബന്ധിച്ച് ഓരോ ഓറഞ്ച് കൂടി കൊടുത്തപ്പോൾ എന്ത് പറ്റി? അയാൾക്ക് വീണ്ടും കൂടുതൽ അതിനോട് റിജക്ഷൻ വന്നു. അപ്പോൾ അയാളുടെ മാർജിനൽ യൂട്ടിലിറ്റി വീണ്ടും നെഗറ്റീവിലേക്ക് പോയി, -7 ആയി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ് എ എന്ന് നമ്പർ ഇട്ടിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ കേട്ടോ. എ എന്താണ്? റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി വെൻ ദ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ഓറഞ്ച് ഈസ് യൂസ്ഡ്. ആദ്യത്തെ ഓറഞ്ച് യൂസ് ചെയ്തപ്പോൾ അയാൾക്കുണ്ടായ ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും എന്താണ്? ഫസ്റ്റ് 1 ആയതുകൊണ്ട് ബോത്ത് ആർ സെയിം. ഹീ ഈസ് സാറ്റിസ്ഫൈഡ് അല്ലേ? ഹിസ് ടോട്ടൽ യൂട്ടിലിറ്റി 20 ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഓൾസോ 20. ദാറ്റ് മീൻസ് he is satisfied with the first unit. Then find out the features of marginal utility from the table. Marginal utility is diminishing. Marginal utility is diminishing. നിങ്ങൾ മാർജിനൽ യൂട്ടിലിറ്റിയുടെ ടേബിൾ എടുത്ത് നോക്കുക, നിങ്ങൾക്ക് ഡിമിനിഷിംഗ് ആണെന്ന് കാണാൻ പറ്റും. സി എന്താണ് ചോദിച്ചിരിക്കുക? ബൈ ദ യൂസ് ഓഫ് വിച്ച് യൂണിറ്റ് ഓഫ് ഓറഞ്ച് മാർജിനൽ യൂട്ടിലിറ്റി ബിക്കം നെഗറ്റീവ്. എത്രാമത്തെ ഓറഞ്ച് കഴിച്ചപ്പോഴാണ് നെഗറ്റീവ് ആയത്? 7th one. ഓക്കെ, അപ്പോൾ ടേബിൾ നോക്കി നമുക്ക് ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾ വിടല് കേട്ടോ, അതിൻ്റെ ആൻസർ എഴുതിക്കോണം. കാരണം ഈസിയാണ്. ഒന്നും നമുക്ക് എന്താണ് നമ്മൾ റിമെമ്പർ ചെയ്ത് എഴുതേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആ ടേബിൾ ഒന്ന് സ്റ്റഡി ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് 21 ക്വസ്റ്റ്യനിലേക്ക് പോകാം. 21st. നിനു വാസ് അഫക്റ്റഡ് ബൈ ഫ്ലഡ് പോയ്സണിങ്. Food poisoning when she tasted a bread brought from a shop. When she checked the packet, she could understand that it was an expired product. അപ്പോൾ എക്സ്പയറി കഴിഞ്ഞ ഒരു പ്രോഡക്റ്റ് മേടിച്ചു. ആ ബ്രെഡ് കഴിച്ചപ്പോൾ അവൾക്ക് ഫുഡ് പോയ്സണിങ് സംഭവിച്ചു. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഓൾ തിങ്സ് ഹാവ് ബി കൺസിഡേർഡ് ആസ് എ കൺസ്യൂമർ വൈൽ പർച്ചേസിങ് എ പ്രോഡക്റ്റ് ഇൻ ഓർഡർ ടു അവോയ്ഡ് സച്ച് സിറ്റുവേഷൻ. ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഒരു 10 കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു 10 കാരണങ്ങൾ. ഇതിൽ ഒരു 6 എണ്ണമെങ്കിലും നിങ്ങൾ എഴുതുക. ഓക്കെ, ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് നിങ്ങൾ 3 പോയിൻറ്റ്സിൽ നിർത്തരുത്. നിങ്ങളൊരു 6 പോയിൻറ്റ്സ് എങ്കിലും എഴുതുക. ഒരു പോയിൻറ്റിന് ഹാഫ് മാർക്ക് വെച്ച് നമുക്ക് പരിഗണിക്കാം അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പം ഒരു 6 പോയിൻറ്റ്സ് എഴുതുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറുകയാണ്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? 22 to 28th question. Each question carries 4 score.
Choice is given for questions 22 and 23. For the questions with a choice, write answer for one question only. ചോയ്സ് ഉള്ളതിന് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറേ എഴുതാവുള്ളൂ. റൈറ്റ് ആൻസർ ഇൻ 4 or more sentences. 4 സെൻറ്റൻസ് എങ്കിലും മിനിമം ആണ് പറഞ്ഞിരിക്കുക. യു ഷുഡ് റൈറ്റ് മോർ സെൻറ്റൻസസ്. നിങ്ങൾ കൂടുതൽ സെൻറ്റൻസ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണ്, ഇത് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 4 പോയിൻറ്റ്സ് എങ്കിലും എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ കൂടുതൽ പോയിൻറ്റ്സ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. യു ഷുഡ് റൈറ്റ് ഇൻ ദ മെത്തേഡ്. ഏത് മെത്തേഡിലാണ്? പോയിൻറ്റ്സ് എഴുതുന്ന മെത്തേഡിൽ വേണം എഴുതാൻ, നോട്ട് പാരഗ്രാഫ്. ഓക്കെ. 22. One of the features of sociological imagination is to understand social problems in depth. Explain these features of sociological imagination on the basis of gender status. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എടുക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതങ്ങ് എഴുതുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓർ അതിനൊരു ഓർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫോളോയിങ് ദ റെഫർമേഷൻ the Catholic Church initiated effort to reform itself. By what name it is known as? കൗണ്ടർ റെഫർമേഷൻ എന്നല്ലേ എൻ്റെ പേര്. അപ്പോൾ അത് ആദ്യം അങ്ങ് എഴുതുക. ഇറ്റ് ഈസ് നോൺ ആസ് കൗണ്ടർ റെഫർമേഷൻ. അനലൈസ് ദ ചേഞ്ചസ് ബ്രോട്ട് എബൌട്ട് ബൈ ദിസ് ഇൻ ദ കാത്തലിക് ചർച്ച്. അപ്പോൾ കൗണ്ടർ റെഫർമേഷനെ പറ്റി നിങ്ങൾക്കറിയാവുന്ന പോയിൻറ്റ്സ് എല്ലാം എഴുതാനുള്ള ക്വസ്റ്റ്യനാണ് ഈ 22B. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്റ്സ് അറിയാമെങ്കിൽ നിങ്ങൾ ബി സെലക്ട് ചെയ്യുക. അല്ല, നിങ്ങൾക്ക് സോഷ്യോളജിക്കൽ ഇമാജിനേഷനാണ് നിങ്ങൾക്ക് പോയിൻറ്റ്സ് അറിയാമെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. പക്ഷേ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? 22 എന്ന് എഴുതുക. എ ആണെങ്കിൽ എ എന്നിടാൻ ശ്രദ്ധിക്കുക, ബി ആണെങ്കിൽ ബി എന്നിടാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ് 10ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ പബ്ലിക് പരീക്ഷ ഉൾപ്പെടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പറും അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസും എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്കോർ ലഭിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ക്വസ്റ്റ്യനെ പരിഗണിക്കുക പോലുമില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് 23. എ മൺസൂൺ 23യുടെ എ ആണ് പറയുക. മൺസൂൺസ് ആർ ദ സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് സിസ്റ്റം. ഡു യു തിങ്ക് ദാറ്റ് മൺസൂൺ വിൻഡ്സ് ചേഞ്ച് ഡയറക്ഷൻ ആസ് ദ നെയിം ഇംപ്ലൈസ്? എല്യൂസിഡേറ്റ്. ഇതെന്താണ് ക്വസ്റ്റ്യൻ? സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും അല്ലേ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഒന്നാണ് ഈ സീസണൽ വിൻഡാണ് മൺസൂൺ. അത് സെപ്റ്റംബർ വരെയുള്ള കാലത്ത്, ജൂൺ ടു സെപ്റ്റംബർ സൗത്ത് വെസ്റ്റ് ആയിരിക്കും. എന്നാൽ ഒക്ടോബർ നവംബർ അത് നോർത്ത് ഈസ്റ്റ് ആയിരിക്കും, നോർത്ത് ഈസ്റ്റ്. അപ്പോൾ ഇത് കറക്റ്റാണെന്ന് പറയുക. മൺസൂണിൻ്റെ 2 വിങ്ങിനെ പറ്റി അതിൻ്റെ 2 മൺസൂണിനെ പറ്റിയും ഒരു 2 മാർക്ക്, സൗത്ത് വെസ്റ്റ് മൺസൂൺ ഒരു 2 മാർക്കിനുള്ളതും നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഒരു 2 മാർക്കിനുള്ളതും എഴുതുക. അപ്പോൾ സീയും ലാൻഡും എങ്ങനെയാണ് ഹീറ്റാകുന്നതെന്നും എവിടെയാണ് ഹൈ പ്രഷർ എവിടെയാണ് ലോ പ്രഷർ എന്നും പ്രത്യേകം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബി. ഈച്ച് ക്ലൈമറ്റ് റീജിയൻ ഹാസ് എ സബ്സ്റ്റാൻഷ്യൽ റോൾ ഇൻ ക്രിയേറ്റിവിറ്റി ഇറ്റ്സ് ഓൺ യുണീക്ക് ക്ലൈമറ്റ്, ഫ്ലോറ, ഫോണ ആൻഡ് ഓൾസോ മോൾഡിംഗ് ഓഫ് ദി ഹ്യൂമൻസ് their life of the respective climatic region. Substantiate the statement. Each climatic region has a substantial role in creating its own unique climate, flora and fauna, including human beings' life and respective climate region. അതായത് ഓരോ ക്ലൈമാറ്റിക് റീജിയനും അതിൻ്റേതായ ഓരോ പ്രത്യേകതയിലൂടെയും അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ സസ്യജാലങ്ങൾ, അവിടുത്തെ ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫ്, അവിടുത്തെ ജന്തുക്കൾ, ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഓരോ ക്ലൈമാറ്റിക് റീജിയനും അതിൻ്റേതായ റോളുണ്ട്. ഇത് ശരിയാണോ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ആണെങ്കിൽ നിങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ എഴുതണം, ഓരോ ക്ലൈമാറ്റിക് റീജിയനും അതിൻ്റെ സ്വന്തമായ ക്ലൈമറ്റ്,
ഫ്ലോറ, ഫോണ, ഹ്യൂമൻ ലൈഫ് എല്ലാം ഉണ്ടെന്നും അത് ആ ക്ലൈമാറ്റിക് റീജിയൻ്റെ ടോപ്പോഗ്രഫിയും അവിടുത്തെ ലാറ്റിറ്റ്യൂഡും അവിടുത്തെ എന്താണ് വെതർ കണ്ടീഷൻസുമാണ് അത് തീരുമാനിക്കുന്നതെന്നും അങ്ങനെ വ്യത്യസ്തമായ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് റീജിയൻസ് 8 എണ്ണമാണ് നമ്മുടെ ഈ വേൾഡിലുള്ളതെന്നും നിങ്ങൾ പ്രത്യേകം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. Then 24. With the help of the map, find out the locations of the following deserts: Sahara, Kalahari, Atacama and Arabian Desert. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന മാപ്പ് കണ്ടോ, നിങ്ങൾ എത്ര എളുപ്പമാണെന്ന് നോക്കി. ഇവിടെ മാപ്പ് ഓൾറെഡി തന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൽ ഓരോന്നും എവിടെയാണെന്ന് നിങ്ങൾ എഴുതണം. ഈ തന്നിരിക്കുന്ന ഓരോ ഡെസേർട്ടും ഏത് കോണ്ടിനെൻറ്റിലാണെന്ന് എഴുതുക. ഓക്കെ. അപ്പോൾ മാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ഹോട്ട് ഡെസേർട്ട്സ് ആണ്, മാപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് കോണ്ടിനെൻറ്റ്, ഇത് നമ്മൾ പഠിച്ചതാണ്, ഇതിൻ്റെ കോണ്ടിനെൻ്റ് ആണ് നിങ്ങൾ എഴുതുക. സഹാറ ഏത് കോണ്ടിനെൻറ്റ്, കലഹാരി ഏത് കോണ്ടിനെൻറ്റ് ടീച്ചർ പഠിപ്പിച്ചതാണ്. നമ്മുടെ ആ വീഡിയോ വീണ്ടും എടുത്ത് പഠിക്കുക, കാണുക. 26. റൈറ്റ് ഡൗൺ ദ ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ്. നമ്മളത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. കോമൺ സെൻസ് നോളജിൻ്റെ ലിമിറ്റേഷൻസ്. ഓക്കെ. ഇവാലുവേറ്റ് ദ ഇമ്പാക്റ്റ് ക്രിയേറ്റഡ് ബൈ റെനേസൻസ് ദ ഫീൽഡ് ഓഫ് റിലീജിയൻ ഇൻ യൂറോപ്പ്. റിലീജിയസ് ഫീൽഡിൽ റെനേസൻസ് കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? റിലീജിയൻ നമുക്കറിയാം, റെനേസൻസ് എല്ലാ ഫീൽഡിലും മാറ്റം കൊണ്ടുവന്നു. ആർക്കിടെക്ചർ, ആർട്ട്, പെയിൻറ്റിങ്, ലിറ്ററേച്ചർ, സയൻസ്, അല്ലേ, എല്ലാ രീതിയിലും ചേഞ്ചസ് കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്ത് മാത്രമാണ്? റിലീജിയൻ. അപ്പോൾ റിലീജിയസ് ഫീൽഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ റെനേസൻസ് കൊണ്ടുവന്നു എന്ന് 4 മാർക്കിനുള്ളത് എഴുതണം. ഓക്കെ. 27. Ajay purchased 2 shirts from a shop for his use, but it got damaged in the next week itself. When he started using it as per the instructions given in it. അപ്പോൾ ഇൻസ്ട്രക്ഷൻ കൊടുത്ത അനുസരിച്ച് തന്നെ അജയ് അവൻ മേടിച്ച ഷർട്ട് ഉപയോഗിച്ചു. അവിടെ ഡ്രൈ വാഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ ഡ്രൈ വാഷ് ചെയ്തു. അത് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെല്ലാം അവൻ ഫോളോ ചെയ്തു. ബട്ട് അത് പോയി, അല്ലേ? എത്ര വീക്ക് കൊണ്ട് പോയി? ഒരാഴ്ച കൊണ്ട് അത് ഡാമേജ് ആയിപ്പോയി. whom should he approach in order to compensation for the damage occurred? What all rights of Ajay were violated? അപ്പോൾ അജയ് ഈ കാര്യത്തിന് ആരെയാണ് കോമ്പൻസേഷൻ, ഏത് കോർട്ടിനെയാണ്, റിഡ്രസൽ ഫോറത്തെയാണ് കോമ്പൻസേഷന് വേണ്ടി അപ്രോച്ച് ചെയ്യേണ്ടത്? അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തത്, അജയുടെ ഒരു കൺസ്യൂമർ എന്ന നിലയിൽ അജയുടെ ഏതൊക്കെ റൈറ്റ്സ് ആണ് ഇവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടത്? നിങ്ങൾ എല്ലാ കൺസ്യൂമർ റൈറ്റ്സും പഠിച്ചിട്ടുണ്ട്. അജയ്ക്ക് ഈ ഷർട്ടിൻ്റെ കേസിൽ ഏതൊക്കെ റൈറ്റ്സ് ആണ് വയലേറ്റ് ചെയ്യപ്പെട്ടത്, അവന് കിട്ടാതെ പോയതെന്നുകൂടി എഴുതുക. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. 2 പാർട്ട് ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. അജയ് ഏത് കോർട്ടിനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്നാമത്തെ പാർട്ട്, അജയുടെ ഏതൊക്കെ റൈറ്റ്സ് ആണ് വയലേറ്റ് ചെയ്യപ്പെട്ടതെന്നുള്ളത് രണ്ടാമത്തെ പാർട്ട്. അപ്പോൾ 2ൻ്റെയും ആൻസർ എഴുതിയാൽ മാത്രമേ നമുക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലേതെങ്കിലും ഒന്നിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കുറേ നീണ്ട ഒരു ആൻസർ എഴുതുകയും രണ്ടാമത്തെ റൈറ്റ്സിനെ പറ്റി മിണ്ടാതിരിക്കുകയും ചെയ്താൽ നമുക്ക് എത്ര മാർക്കേ കിട്ടുകയുള്ളൂ? ഓൺലി 2 മാർക്ക്. ഓക്കെ. അപ്പം നമ്മൾ സ്മാർട്ടായിട്ട്, ടീച്ചർ എപ്പോഴും പറയും നിങ്ങൾ സ്മാർട്ടായിട്ട് ആൻസർ എഴുതണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ക്വസ്റ്റ്യനെ മനസ്സിലാക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ എത്ര ഭാഗങ്ങളുണ്ടെന്ന് നോക്കി അത് മുഴുവൻ കവർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ ഒരു കാര്യത്തെപ്പറ്റി കൂടുതൽ എഴുതുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അവിടെ എത്ര കാര്യങ്ങളെപ്പറ്റി എഴുതണോ ആ കാര്യങ്ങളെ എല്ലാം ടച്ച് ചെയ്തുകൊണ്ട് എഴുതിയാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുമ്പ് കണ്ടു. അവിടെ ഒരു 1 വേർഡ് എഴുതാനുണ്ട്. ഇത് ഏതിനെ പറ്റിയാണ് ഇത് പറയുന്നത്? അതായത് ആ റെഫർമേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, കൗണ്ടർ റെഫർമേഷൻ. ആ വേർഡ് അവിടെ എഴുതിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് അതിൻ്റെ മാർക്ക് നഷ്ടപ്പെടും. കൗണ്ടർ റെഫർമേഷൻ്റെ എക്സ്പ്ലനേഷനൊക്കെ അവിടെ കിടക്കട്ടെ, അത് നമ്മൾ എഴുതണം. പക്ഷേ കൗണ്ടർ റെഫർമേഷൻ എന്നുള്ള ആ ഒരു വേർഡിന് തന്നെ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ സ്മാർട്ടായിട്ട് ആൻസർ എഴുതാനും ബുദ്ധിപൂർവ്വം ആൻസർ എഴുതാനും പ്രത്യേകം ശ്രദ്ധിക്കുക.
ബാക്കിയുള്ള 28 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഓക്കെ, ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നന്നായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുക. താങ്ക് യു.